ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു 6 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം 2 തക്കാളി എടുത്ത് ചെറുതായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്പെഷ്യലായിട്ട് വീട്ടിൽ തന്നെ നട്ടു വളർത്തിയിരിക്കുന്ന കറിവേപ്പില, ഒരു വിഷവും തിളയ്ക്കാത്ത കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കുക്കറിൽ തന്നെയാണ് ഇത് കടുക് പൊട്ടിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടി ആഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ എടുത്തു വെച്ചു. കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം. അത് മറന്നു പോയിരുന്നു വീഡിയോ ഇട്ടപ്പോൾ. ശേഷം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കണം. 3 വിസിൽ കേട്ടിട്ട് വാങ്ങി വെക്കുക. അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആഡ് ചെയ്യുക. മുട്ട ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ അതിൻ്റെ മസാലയെല്ലാം മുട്ടയുടെ ഉള്ളിലേക്ക് ആവുകയും നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. രാവിലെ ദോശയായിരുന്നു. ദോശയുടെ കൂടെ ദോശയും മുട്ടക്കറിയും കൂടെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.